ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ്. അപ്പോൾ നമുക്കിത് റൺ ചെയ്യാനായിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ആഡ്സ് എങ്ങനെ നമുക്ക് ChatGPTയുടെ ഇമേജ് ജെൻ 4 മോഡൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ആഡ്സ് റൺ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ലിമിറ്റേഷനാണ്, അല്ലെങ്കിൽ ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റൈറ്റ് ആയിട്ടുള്ളൊരു ക്രിയേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആഡ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ക്യാച്ചി ആയിട്ടുള്ളൊരു ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ChatGPTയുടെ ഇമേജ് ജെൻ 4 മോഡൽ യൂസ് ചെയ്തിട്ട് ഡിസൈൻ സ്കിൽസൊന്നും ഒരുപാട് ഡിസൈൻ സ്കിൽ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനറിൻ്റെയൊക്കെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രിയേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഇമേജ് ജെൻ 4? ഇമേജ് ജെൻ 4 എന്നുള്ളത് ഓപ്പണായി റിലീസ് ചെയ്തിട്ടുള്ള അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ജനറേഷൻ മോഡലാണ്. ChatGPTയുടെ ഉള്ളിൽ തന്നെ GPT-4 അവൈലബിൾ ആണത്. നമ്മൾ റൈറ്റ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ആഡ് ക്രിയേറ്റീവ് ജനറേറ്റ് ചെയ്തെടുപ്പിക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മളിന്ന് അതിനുള്ള കറക്റ്റായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്ന സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ആഡ്സിൻ്റെ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ളത് ChatGPT നമ്മൾ ഓപ്പൺ ചെയ്യുക. ChatGPTയുടെ GPT-4 മോഡലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ നമുക്ക് ഈ ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നമ്മൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ക്രിയേറ്റീവ്സിന് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ് നമ്മുടെ ആഡ് ടൈപ്പ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മെറ്റ ആഡ്സ് റൺ ചെയ്യുകയാണെങ്കിൽ കറോസൽ ആഡ്സ് ആണോ, എന്ത് ടൈപ്പ് ഓഫ് ആഡാണ് നമുക്ക് വേണ്ടതെന്നാണ് നമ്മൾ ഫസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടാണോ, ഫേസ്ബുക്കിനാണോ, അതോ ഗൂഗിൾ ആഡ്സ് ആണോ, പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടിയിട്ടുള്ള ആഡാണ് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റാണോ നമുക്ക് സെല് ചെയ്യാനുള്ളത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നതാണ് വിഷ്വൽ സ്റ്റൈൽ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു മിനിമലിസ്റ്റിക് സ്റ്റൈലാണോ വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക വിഷ്വൽ സ്റ്റൈൽ യൂസ് എന്ന് ഉള്ള ഈ ഒരു സെക്ഷനിൽ. അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ സീനിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു എലമെൻറ്റ്സ് നമുക്ക് നമ്മുടെ ഇമേജിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ഓവർലേസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, എന്തെങ്കിലും നമുക്ക് ടെക്സ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൾ ടു ആക്ഷൻ ബട്ടൺസ് വെച്ച് കൊടുക്കണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം. കോൾ ടു ആക്ഷൻസ് ബട്ടൺസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ക്യാൻവയോ ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിനെ ഓരോന്നിനെയും നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, ഓരോന്നും എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പ്രോംപ്റ്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഒന്നും കൂടി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആഡ് ടൈപ്പ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ആഡ് എവിടെയാണ് നമ്മൾ കാണിക്കുക എന്നുള്ളതും എന്ത് ടൈപ്പ് ഓഫ് ആഡ് ആണെന്നുള്ളതും നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ആഡ് ആണോ, ഗൂഗിൾ ഡിസ്പ്ലേ ബാനർ ആഡ് ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിൽ നമ്മുടെ എന്ത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പ്രിഡക്സ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഒരു പ്രൊഡക്റ്റ് നെയിം, ഇവിടെ റാൻഡം ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നെയിം ഇതുപോലെ നമുക്ക് കൊടുക്കാം. പെർഫ്യൂം അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് റാൻഡം ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നെയിം കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് വിഷ്വൽ സ്റ്റൈലാണ്. വിഷ്വൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ആഡിൻ്റെ ഇത് വേണ്ടത്, മിനിമലിസ്റ്റിക് ആയിട്ടാണോ വേണ്ടത്, വൈബ്രൻറ്റ് കളേഴ്സിലാണോ വേണ്ടത്
എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആഡിൻ്റെ സീൻ്റെ ഡീറ്റെയിൽസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് കാണിക്കേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഇത് രണ്ടുമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. സോഫ്റ്റ് പിങ്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ ബീച്ച് ബാക്ക്ഡ്രോപ്പ് എന്ന് എക്സാമ്പിൾ പറയാം. വൈറ്റ് മാർബിൾ, ഏതെങ്കിലും ഒരു കൗണ്ടറിൻ്റെ മുകളിലാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വെച്ച് പ്ലേസ് ചെയ്ത് കാണിക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് മാർബിൾ കൗണ്ടർ എന്നുള്ളത് ഇതുപോലെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കീ എലമെൻറ്റ്സ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൽ എന്തെങ്കിലും ഒബ്ജക്ട്സോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ നമ്മളുടെ ആഡിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ പെർഫ്യൂം ബോട്ടിൽ, ഫ്രൂട്ട്സ് നെക്സ്റ്റ് ടു ദ ബ്ലെൻഡർ, നിയോൺ ലൈറ്റ്സ് വേണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കമ്പോണൻറ്റിൽ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ടെക്സ്റ്റ് ഓവർലേ അല്ലെങ്കിൽ കോൾ ടു ആക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ ബട്ടണിൽ കൊടുക്കാനുള്ള ടെക്സ്റ്റുകളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എസെൻസ് ഓഫ് എലഗൻസ് അല്ലെങ്കിൽ 30% ഓഫ് ടുഡേ, പ്രീ ഓർഡർ നൗ എന്നുള്ള ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഈ ഒരു കമ്പോണൻറ്റിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ്. അപ്പോൾ നമുക്കിത് റൺ ചെയ്യാനായിട്ട് ഇവിടെ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രോംപ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ആഡ് ടൈപ്പ് ഓർ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ആഡാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ അവിടെ നമ്മൾ ലക്ഷറി പെർഫ്യൂം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി വിഷ്വൽ സ്റ്റൈല് നമ്മൾ മിനിമലിസ്റ്റ് സ്റ്റൈലായിരിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. സീൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെ സോഫ്റ്റ് പിങ്ക് ബാക്ക്ഗ്രൗണ്ട് വിത്ത് ഗോൾഡ് ആക്സെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്തുകൊണ്ട് കീ എലമെൻറ്റ്സിൽ നമ്മൾ പെർഫ്യൂം ബോട്ടിൽ സെൻറ്റേർഡ് വിത്ത് ഫ്ലോറൽ എലമെൻറ്റ്സ് അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ടെക്സ്റ്റ് കൊടുക്കേണ്ടതും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പ്രോംപ്റ്റിന് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഇമേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ എന്തെങ്കിലും ലോഗോയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ടും നമുക്ക് പോസിബിളാണ്. ഇനി ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാക്കാനും നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഇമേജ് ഉണ്ട്, ആ ഇമേജിനെ വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സെയിം പ്രോംപ്റ്റ് തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനി നമ്മൾക്കിത് റൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രോംപ്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ആഡ്സിന് വേണ്ടിയിട്ടോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പോസിബിളാണ്. ഇനി അടുത്ത് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം ആഡിൻ്റെ നോക്കി, ഇനി നമുക്കൊരു ഗൂഗിൾ ഡിസ്പ്ലേ ബാനർ ആഡ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഒരു സ്മാർട്ട് വാച്ചിന് വേണ്ടിയിട്ടുള്ളത്, അതാണ് നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ പ്രോംപ്റ്റ് ഇവിടെ റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രോംപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ കൊടുത്ത അതേ സ്ട്രക്ചറിലാണ് നമ്മൾ ഇതിലും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എന്താണ് നമ്മുടെ ആഡ്, ഏത് പ്ലാറ്റ്ഫോമിലേക്കാണെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിന് വേണ്ടിയുള്ള ഡിസ്പ്ലേ ബാനർ ആഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു വിഷ്വൽ സ്റ്റൈല് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാച്ച് എവിടെ പ്ലേസ് ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെയെങ്കിലും എക്സ്ട്രാ എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടൈം കാണിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കേണ്ട CTA അല്ലെങ്കിൽ ടെക്സ്റ്റ് ഓവർലേയും നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രീ ഓർഡർ നൗ എന്നുള്ള CTA കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്റ് ദ ഫ്യൂച്ചർ എന്നുള്ള ടെക്സ്റ്റും നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഇമേജാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം. നമ്മളിനി നോക്കുന്നത് മെറ്റയിൽ അല്ലെങ്കിൽ മെറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള കറോസൽ ആഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കറോസൽ ആഡ്സ് ആകുമ്പോൾ നമുക്ക് സ്ലൈഡുകളായിട്ടാണ് നമ്മൾ കൊടുക്കാറ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ് ലൈക്ക് സ്ലൈഡ് മെൻഷൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു സ്ലൈഡ് 1 വേണ്ടിയിട്ടുള്ളതും സ്ലൈഡ് 2 വേണ്ടിയിട്ടുള്ളതും വെച്ചിട്ട് 2 പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സെയിം നേരത്തെ പറഞ്ഞ ഫോർമാറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഫോർമാറ്റിൽ തന്നെ ഫേസ്ബുക്കിന് വേണ്ടിയുള്ള കറോസൽ ഇമേജ് ആണ് വേണ്ടതെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലെൻഡറിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് എലമെൻറ്റ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ലൈഡ് 2 വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമേജ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്ത് തരുന്നതെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിനുള്ള ഇമേജ് മാത്രമാണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് വൺ നമ്മൾക്ക് ഒന്നും കൂടിയും കൊടുക്കാം. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ സെക്കൻഡ് സ്ലൈഡ് ജനറേറ്റ് ചെയ്ത് തന്നില്ല. നമ്മളിവിടെ സെയിം ബ്ലെൻഡർ തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇമേജ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ബ്ലെൻഡറിനെ തന്നെ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു എന്താ പറയുക ഈ സ്മൂത്തി സ്പ്ലാഷ് ചെയ്യുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ, ഫ്രൂട്ട് സ്പ്ലാഷസും കൂടി ആയിട്ട്. അപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജാണ് ജനറേറ്റ് ചെയ്ത് തന്നതെന്ന് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ChatGPTയുടെ ഈ ഇമേജ് ജനറേഷൻ മോഡൽ ഈസ് ഹെൽപ്പിംഗ് എ ലോട്ട് ഇൻ നമ്മുടെ ഈ ആഡ് ക്രിയേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.